താങ്കളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നുണ്ട്. തെക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ, അത് മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതി, അതല്ലേ അതിൻ്റെ ബ്യൂട്ടി. പഞ്ചത്തിൽ കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ്. എൻ്റെ രാഷ്ട്രീയൻ്റെ ബോധ്യങ്ങൾ കൂടിയാണ് ഒരല്പം ലെഫ്റ്റ് ആയൊരു കോൺഗ്രസ് ബോധ്യം. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വടശ്ശേരി ദാമോദരൻ മേനോൻ എന്നതുമായി ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബി ആർ അനൂപ് എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ് വക്താവ് കുറച്ചുകൂടി എവിടെ നിന്നു ഇപ്പോൾ ഒരു മേനോൻ എന്ന് വന്നു. ഈ സർക്കാരിൻ്റെ ആദ്യ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഈ അനാവശ്യമായ വിവാദങ്ങളിൽ നിങ്ങൾ തന്നെ ആ സർക്കാരിനെ നിർത്തിയാൽ എങ്ങനെയാണ് ജിൻഡോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനാവശ്യമായ വിവാദങ്ങളിൽ സർക്കാരിനെ പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന ചില സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിൽ കൃത്യമായ എനിക്ക് മനസ്സിലായ ഒരു രാഷ്ട്രീയ ബോധ്യം പറഞ്ഞു എന്നുള്ളൂ. അതിനപ്പുറത്ത് അതിന് വേറെ മാനങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുന്ന ആളുകളുണ്ട്. അത് ശരിയാണല്ല. എൻ്റെ ഒപ്പീനിയൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഈ ചർച്ചയുടെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ചർച്ച കേരളത്തിലെ UDF സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. ടീം UDFിൻ്റെ ക്യാബിനറ്റ് അതിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ ആശാ വർക്കർമാരുടെ വേതനം കൂട്ടുന്നു, അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ വേതനം കൂട്ടുന്നു, വയോജന വകുപ്പ് പ്രഖ്യാപിക്കുന്നു, ജൂൺ 15 മുതൽ KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപനം വരുന്നു. അങ്ങനെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങളോടെ തുടങ്ങുന്നു. പക്ഷേ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഏറ്റവും വലിയ സന്തോഷം നൽകിയ ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരെ പോരാടിയതിൻ്റെ ഭാഗമായി തലയടിച്ച് പൊട്ടിച്ച ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ സമരം ചെയ്യുമ്പോൾ ആ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിക്കാൻ നേരിട്ട് തെരുവിലിറങ്ങിയത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. അതിനെ ചൊല്ലി പരാതി കൊടുത്തിട്ട് കേസെടുക്കാതെ പോലീസ് ഒഴിഞ്ഞു മാറിയപ്പോൾ കോടതിയുടെ നിരീക്ഷണം വന്നു. കോടതിയുടെ നിരീക്ഷണത്തിന് ശേഷവും കോടതി പറഞ്ഞിട്ട് പോലും, അഭിപ്രായപ്പെട്ടിട്ട് പോലും അന്വേഷണം നടത്തി വേണ്ടത്ര നടപടി സ്വീകരിക്കാതെ ഗൺമാന് ക്ലീൻ ചീറ്റ് കൊടുത്ത ഒരു സർക്കാർ നടപടിയെ തിരുത്തിക്കൊണ്ട് UDFിൻ്റെ സർക്കാർ, പ്രിയപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ വിഷയത്തിൽ കോടതി നിർദ്ദേശിച്ചത് പ്രകാരമുള്ള അന്വേഷണം നടത്താൻ SITയെ ചുമതലപ്പെടുത്തുന്നു. ഓരോ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും മറക്കാത്ത ദുരനുഭവങ്ങളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണത്. അത് കേവലം കോൺഗ്രസിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള പോലീസിൻ്റെ നരവേട്ടകളിൽ ബാധിക്കപ്പെട്ട മനുഷ്യർക്ക് നീതി ഉറപ്പാക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള നയപരിപാടികൾ സ്വീകരിക്കുക എന്നുള്ളത് തിരുത്തൽപ്പെടലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അവസരം തന്നിട്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് SFI ജില്ലാ വൈസ് പ്രസിഡന്റ് കാലിൻ്റെ മുട്ടടിച്ചോടിച്ച ആൾക്കെതിരായാലും DYFIയുടെ സാധാരണക്കാരനായിട്ടുള്ള സഖാവിനെ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്ന കേസിലെ പരാതിയിലുമായി ബന്ധപ്പെട്ട വിഷയമായാലും, ലോക്കപ്പ് മർദ്ദനങ്ങളിലൂടെ മരണപ്പെട്ട 10-18 മനുഷ്യരുടെ ആവലാതികളായാലും എല്ലാ വിഷയത്തിലും പുനരചിന്തനങ്ങളും പുനരന്വേഷണങ്ങളും ഒക്കെ നടക്കപ്പെടേണ്ടതുണ്ട്. അതിലേറ്റവും കാലികമായിട്ടുള്ള ഇപ്പോൾ ഒരു സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ മർദ്ദനമേൽക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ നിങ്ങൾ മാത്രമല്ല, SFIയുടെയും DYFIയുടെയും ഒക്കെ നേതാക്കൾക്ക് ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ മാറി വരുമ്പോഴേക്കും അതിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുക, അതിൽ മുന്നോട്ടേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പ്രതികാരം നടപ്പാക്കൽ എന്നൊരർത്ഥം കൂടി അതിന് വരില്ലേ ജിൻഡോ? അല്ല, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിക്കോട്ടെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രതികാരമല്ല. ഈ നാട്ടിലെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സർക്കാർ നടത്തുന്ന തോന്നിവാസത്തെ ഞങ്ങൾ അന്വേഷിക്കാൻ പോവുക. ഈ നിയമം നടപ്പാക്കേണ്ട ആളുകൾ തന്നെ, നീതി നടപ്പാക്കേണ്ട ആളുകൾ തന്നെ നീതി നിഷേധത്തിനും നിയമവിരുദ്ധ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മനുഷ്യൻ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ അതിനെയാണ് ഞങ്ങൾ അന്വേഷിക്കാൻ പറയുന്നത്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അടികൊണ്ട ഒരുപാട് KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ട്. എല്ലാ കേസും അന്വേഷിക്കുന്നില്ലല്ലോ. അതിൽ പ്രത്യേകമായി ചില കേസുകൾ പറയുന്നതിന് കാരണം ആസൂത്രിതമായിട്ട് അധികാര ദുർവിനിയോഗം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ അക്രമത്തെ ന്യായീകരിച്ചിട്ട് അയാൾക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന നടപടിയിൽ അന്വേഷണം നടക്കണം. അവിടെ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ, രാഷ്ട്രീയം മാറ്റി നിർത്ത്, ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനും നീതി നിഷേധം നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് സമരം ചെയ്യുമ്പോൾ പോലീസ് സമരത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് സമരക്കാർക്കെതിരെ നടത്തുന്ന ലാത്തി ചാർജോ ബലപ്രയോഗമല്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ട് സുരക്ഷാ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുടെ പണി ലാത്തി കൊണ്ട് വഴിയിൽ നിൽക്കുന്ന ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കലല്ല, മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കലാണ്. അപ്പോൾ ആ കാര്യത്തിൽ അധികാര ദുർവിനിയോഗം, കൃത്യവിലോപം, നിയമവിരുദ്ധ പ്രവർത്തനം, നീതി നിഷേധം ഇതൊക്കെ നടത്തിയ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കപ്പെടുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതാണ് കേരളത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.